ഹായ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ നല്ല അടിപൊളി ബീഫും. രണ്ടും രണ്ട് ടൈപ്പായി പോയി. കാരണം ഈ ഫ്രൈഡ് റൈസ് അരിയിൽ നമുക്കൊരു വ്യത്യാസം വന്നു പോയി. ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ആക്കിയത് ഇവിടുത്തെ സ്പെഷ്യലാണ് ഈ ബീഫ് ഫ്രൈ. കാരണം സാധാ ടൈപ്പിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ടിട്ടും അങ്ങനെയൊന്നും താല്പര്യമില്ല. സവാള വറുത്ത് കോരി എടുത്തിട്ട് നോർമൽ മസാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അതിൽ എടുത്ത് പറയാനുള്ളത് വേപ്പില വറുത്തിട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എരിവിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് കുരുമുളക് മാത്രം. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് കളറിൽ കാണുമ്പോഴും ഭംഗിയാണ്, അതേപോലെ കഴിക്കുമ്പോഴും അയ്യോ രക്ഷയില്ല. എല്ലാവരും നെയ്ച്ചോറിനൊപ്പമാണ് ബീഫ് കഴിക്കുക. ഇവിടെ ഏറ്റവും ഇഷ്ടം ഇതുപോലെ ഫ്രൈഡ് റൈസിന് ഒരുപാട് വെജിറ്റബിൾസും മുട്ടയും എല്ലാം ചേർന്നിട്ട് ക്യാപ്സിക്കം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അതിനൊപ്പം ഈ ബീഫും കഴിക്കാം. ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഒരു അധികം ഓവറില്ലാത്തൊരു സലാഡും പിന്നെ ഏതെങ്കിലും ഒരു സോസൊക്കെ ഉപയോഗിച്ചാൽ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരിതാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഒരുപാട് ഐറ്റംസില്ലാതെ ഇതുപോലത്തെ നോർമൽ സലാഡ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഇവിടെ ഉപയോഗിക്കുക എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചില്ലി സോസാണ് ഉപയോഗിക്കുക. ടൊമാറ്റോ സോസിനോട് ഇവിടെ താല്പര്യം കുറവാണ്. അപ്പോൾ അതും എങ്ങനെയുണ്ട്?